ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസമാണിന്ന്. ഇന്ന് മക്കൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നു. എണീറ്റ് വാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചുണ്ടരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സ്കൂളിൽ വാ. സെന്റ് തോമസ്. ഗുഡ് മോർണിംഗ്. അയ്യടാ എന്താ ഒരു ചിരി. എണീറ്റ് വാ. പൂച്ച നല്ല ചിരി. വാ എണീറ്റ് വാ. എഴുന്നേക്ക് വാ. എഴുന്നേറ്റ് പോട്ടെ. ഗുഡ് മോർണിംഗ്. സ്കൂളിൽ പോണ്ടേ? പോണ്ടോ? പോണ്ടേ? രാവിലെ രണ്ടുപേരെ അങ്ങനെ വിളിച്ചുണർത്തി. അങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ എണീറ്റിട്ടുണ്ട് രണ്ടാളും. അപ്പോൾ ഇനി ഒന്ന് അപ്പോൾ കാര്യമൊക്കെ പറയുവാണെന്ന് സ്കൂളിൽ പോകുന്നതിൻ്റെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ പോയി ഞങ്ങളൊന്ന് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ കുളിച്ച് പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് യൂണിഫോം ഇട്ട് കൊടുക്കാം. അപ്പം ഞാനും അതിൻ്റെ ഇടയിൽ ഒന്ന് ഫ്രഷായി ഞാനും പോകാനുള്ള ഡ്രസ്സൊക്കെ ചെയ്തു. ഇന്ന് നമ്മൾ കൊണ്ടാക്കുവാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൊണ്ടാക്കുവാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ സ്കൂള്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. അങ്ങനെ രണ്ടുപേരുമൊക്കെ ഷർട്ടൊക്കെ ഇട്ടപ്പം ഡോക്ടറായെന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറ നോക്കി ടാറ്റയെ കാണിക്കുന്നുണ്ട്. യൂണിഫോമൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും രാവിലെ കഴിച്ചവർക്ക് ശീലമില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും കഴിക്കാൻ. എന്നാലും കഴിപ്പിച്ചാലേ പറ്റത്തുള്ളൂ. ഇനിയിപ്പം സ്കൂളിലൊക്കെ പോകുമ്പം 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവർ സ്നാക്സ് കൊടുക്കുന്നുണ്ട്. 10 മണിക്കാണ് സ്നാക്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ കഴിപ്പിച്ചിട്ട് വിടാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരാൾ പോയി അവിടെ ഇരിപ്പുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാൻ. കാര്യം ഇത്രയും രാവിലെ അങ്ങനെ കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് പാട്. ഇപ്പോൾ മറ്റേ ആൾ വന്നിട്ടുണ്ട്, വേണ്ടാന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. നിർബന്ധിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, കഴിക്കാനൊക്കെ വലിയ പാട്, വേണ്ടാന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കരുതി ആ സമയത്ത് ഒരാളവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ഞാൻ ഒരാളെ റെഡിയാക്കാമെന്ന് കരുതി ഒരാളെ ഇങ്ങോട്ട് വിളിച്ച്. അപ്പം മറ്റേ ആളും കൂടെ ഓടി വന്നിട്ടുണ്ട്. അപ്പം മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കാം, 2 വശത്തോട്ടും കെട്ടി റെഡിയാക്കി കൊടുക്കാം. എനിക്ക് കുറച്ച് ടെൻഷനുണ്ട്. ഇവർ സ്കൂളിൽ പോയിട്ട് എങ്ങനെയായിരിക്കും, ഭക്ഷണമൊക്കെ കഴിക്കുമോ, കരയുമോ എന്നൊക്കെ ഉള്ളൊരു ചെറിയ ടെൻഷനുണ്ട്. അതെല്ലാ അമ്മമാർക്കും കാണും, ആദ്യമായിട്ട് സ്കൂളിൽ പോകുമല്ലേ. എന്നാലും ഇവർ നഴ്സറി പോയിട്ടുണ്ടെങ്കിലും സ്കൂളിലോട്ട് പോകുമ്പം ഒരു പ്രത്യേക ഒരു ഫീലല്ലേ. സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക്. ഇന്ന് അവർക്ക് ഫുൾ ഡേ ഉണ്ട് ക്ലാസ്. കാര്യം കൊണ്ടാക്കിയ ഉടനെ ഒന്നും നമുക്ക് വരാൻ പറ്റത്തില്ല. ഫുൾ ഡേ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലഞ്ചും സ്നാക്സും ഒക്കെ കരുതിയേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് പോകുന്നത്. ഒരാളുടേത് കഴിഞ്ഞവർ അടുത്ത ആളിനെയും റെഡിയാക്കുവാണ്. ഒരാളപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി അവിടെ ഒരു മൽപ്പിടുത്തം നടന്നുകൊണ്ടിരിക്കും ഭക്ഷണത്തിനായിട്ട്. കഴിക്കാൻ ബുദ്ധിമുട്ടായാണല്ലോ. എല്ലാ മക്കളും ഇങ്ങനെയാണ് സ്കൂളിൽ പോകുമ്പം. നമുക്കത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. ഇനി സാരമില്ല, ഇനി അങ്ങ് എല്ലാവർക്കും ശീലമായിക്കോളും. അവർക്കും ശീലമാവും, നമുക്കും ശീലമാവും. എനിക്കാണെങ്കിൽ കുറച്ച് ടെൻഷനുണ്ട്. കൃത്യസമയത്തിന് എത്തവും വേണം, ഇതെല്ലാം റെഡിയാക്കി ഇറങ്ങണം. അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷനുണ്ട്.
ഫുഡ് കൊടുക്കാനായിട്ട് ഡാഡി കൊടുത്ത് കുഴഞ്ഞ് ലാസ്റ്റ് ഇനി അമ്മാമ്മ എത്തിയിട്ടുണ്ട് അടുത്ത ആൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി അമ്മാമ്മ കാര്യമൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ പിന്നെ മക്കൾ കുറച്ച് കഴിച്ചോളും. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പം ടൈയും സോക്സും ഒക്കെ ഇടണം. അപ്പം അതിന് അമ്മാമ്മയും അപ്പവും കൂടെ സഹായിക്കും. അപ്പം ആ സമയം കൊണ്ട് ഞാനൊന്ന് റെഡി ആകാനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇനി സോക്സും ഷൂസും ടൈയും ഒക്കെ കെട്ടി ഇറങ്ങാം. യൂണിഫോം എല്ലാം ഇട്ട് എല്ലാം സെറ്റായി. ഇനി നമുക്കിവിടെ നിന്ന് ഇറങ്ങാമെന്ന് പറയുവാണ്. ഇറങ്ങാനുള്ള സമയമായി. അവർ ബാഗൊക്കെ തൂക്കി ഇറങ്ങാനാണ്. അപ്പം അപ്പൂനും അമ്മാമ്മയ്ക്കും ഒക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ബാഗൊക്കെ തൂക്കി ഉമ്മയൊക്കെ കൊടുത്ത് ഇറങ്ങുവാണ്. ഇനി വെളിയിലിറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ വിട്ടത്. ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നതല്ലേ, അപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ചേട്ടൻ ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ അവർ ഇടയ്ക്ക് പക്ഷേ ക്യാമറയിലോട്ട് നോക്കുന്നുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങും. ആ ഇത് നോക്കിയിട്ട് ഹായ് പറ. ഹലോ എന്തെങ്കിലും പറ. സ്കൂളിൽ പോകുന്ന സ്കൂളിൽ പോകും. ഇനി നമ്മൾ സ്കൂളിൽ പോകും. നമുക്ക് സെന്റ് പോവാം. ഇന്ന് നമുക്ക് സോതക്കാം. Bye.
ടാറ്റാ ബൈ ബൈ. ഇനി പതുക്കെ പോകാം. മതി മതി. കൂട്ടുകാരെ, നിങ്ങൾ സ്കൂളിൽ പോയാ? കൂട്ടുകാരെ, നമ്മൾ സെന്റ് തോമസിൽ പോവാണ്. സ്കൂളിൽ പോ. വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് ഇതുവഴിയാണ് അവർ കയറി പോയത്. അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ആയമാർ മക്കളെ കൊണ്ടുപോകും. നമുക്ക് ഒന്ന് യാത്ര പറയാനൊന്നും ഉള്ള സമയവും വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. കാര്യം എല്ലാം ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ കഴിഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ തന്നെ അവരെ മക്കളങ്ങ് കൊണ്ടുപോകും. അവരുടെ ക്ലാസ് മുകളിലാണ്. കുറച്ച് പാരൻസൊക്കെ അവിടെ നിൽപ്പുണ്ട്. പിന്നെ സ്കൂൾ ടൈം 9 മണിയാണ്. സമയം ആവാറായപ്പം സ്കൂൾ ബസ്സുകളെല്ലാം വന്ന് വേറെ ബസ്സിൽ വന്ന കുട്ടികളൊക്കെ അടുത്ത ബ്ലോക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആയമാരൊക്കെ ഉണ്ട്. പിന്നെ പ്രിൻസിപ്പൾ ആണെങ്കിൽ വെൽക്കം ചെയ്യാൻ പ്രിൻസിപ്പളും ടീച്ചേഴ്സും അവിടുത്തെ സ്റ്റാഫുകളും എല്ലാം ഉണ്ട്. കുട്ടികളെ താഴെ pre-KG അതായത് പ്ലേ ക്ലാസ്സും ഉണ്ട്, UKGയും ഉണ്ട്. മുകളിലാണ് LKG. കുറച്ച് പാരൻസൊക്കെ അവിടെ നിൽപ്പുണ്ട്. കുറച്ച് കുട്ടികളൊക്കെ കരയുന്നുമുണ്ട്. അവിടം വരെ ഹാപ്പി ആയിട്ട് വന്നു. അവരങ്ങ് കൊണ്ടുപോകുമ്പോൾ ഒരു കരച്ചിലാണ്. ഇതാണ് അവരുടെ ഫസ്റ്റ് ഡേയുടെ ഫോട്ടോസൊന്നും നമുക്കെടുക്കാൻ പറ്റില്ല. ഇത് ക്ലാസ്സിൽ വെച്ച് എടുത്തത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് അങ്ങനെ നമുക്ക് കിട്ടിയാണ്. ഇനി നമ്മൾക്ക് അവരെ വിളിക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിങ്കി ബാക്കുണ്ട്. ആണോ? ശരി, അങ്ങോട്ട് ഞാൻ പഠിച്ചിട്ട് ഞാൻ ബിരിയാണി കഴിച്ച് എല്ലാം കഴിച്ചിട്ട്